ആ സംവാദത്തിന്റെ അഥവാ ആലപ്പുഴയിൽ നടന്ന സംവാദം കഴിഞ്ഞതു മുതൽ ധാരാളം ആളുകൾ, നമ്മുടെ പ്രവർത്തകന്മാരായ ആളുകളും അല്ലാത്ത ആളുകളുമൊക്കെ അവർ വിളിച്ചു പറഞ്ഞൊരു സംഗതി എന്താന്ന് വെച്ചാല് ചില കാര്യങ്ങൾ കൊണ്ട് ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നുള്ളതാണ്. ബഹുമാന്യനായ കുഞ്ഞീദ് മദനി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, ആ കുഞ്ഞീദ് മദനിയുടെ പുസ്തകം മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ പോലും വിശാലമായി അറിയപ്പെടാതിരുന്ന പുസ്തകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞീദ് മദനി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പരിചയമുണ്ടെങ്കിലും അതിനുശേഷം വന്ന ആളുകൾക്ക് പലർക്കും ആ പുസ്തകം അത്ര പരിചയമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും വായിച്ചു നോക്കാത്തവരായിരുന്നു മുജാഹിദുകൾ. പക്ഷേ ആലപ്പുഴ സംവാദം കഴിഞ്ഞതോടെ കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ധാരാളം ആളുകൾ കുഞ്ഞീദ് മദനിയുടെ പുസ്തകം പരതി, കുഞ്ഞീദ് മദനിയുടെ പുസ്തകം വായിച്ചു നോക്കി അത് പഠിക്കുന്ന തിരക്കിലാണിപ്പോൾ ഉള്ളത്. ഇതാണ് റബ്ബ് കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറയും. ഇതാണ് ബറക്കത്ത്, ഇതാണ് അള്ളാഹു നൽകുന്ന കറാമത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേകമായ ബഹുമതി അതാണ്, മരണാനന്തര ബഹുമതി. നിങ്ങൾ നോക്കൂ, കുഞ്ഞീദ് മദനി പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശവും ഇസ്ലാമിൽ പറയപ്പെട്ട വിഷയവുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ കുഞ്ഞീദ് മദനിയുടെ 2 പുസ്തകം മാത്രം വളരെ ചുരുക്കിപ്പെട്ട് നിങ്ങളോട് പറയാണ്. ഒന്ന് ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ്, മറ്റൊന്ന് ഇസ്ലാമിന്റെ ജീവൻ. 2 പുസ്തകങ്ങളുണ്ട്. ഇത് 2 അല്ലട്ടോ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന വേറൊരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ജീവിച്ചിരുന്ന ബദരീങ്ങളും ജീവിച്ചിരിക്കുന്ന ബദരീങ്ങളും എന്നതും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. ഇത് നിങ്ങൾ അറിയേണ്ട എന്താന്ന് വെച്ചാൽ, സമസ്ത മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുഞ്ഞീദ് മദനിയുടെ പുസ്തകം എന്നത് മാത്രമല്ല, പണ്ഡിത ലോകത്തിന്റെ ഇബാറത്തുകൾ ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന രൂപം പോലും അറിയില്ല എന്നതാണ്. ഓരോ പണ്ഡിതന്മാരുടെയും ഒരു പ്രത്യേകതയുണ്ട്. ജനങ്ങൾക്ക് തങ്ങൾ പറയുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണമെന്ന അതിയായ ആഗ്രഹം നിസ്വാർത്ഥരായ പണ്ഡിതന്മാർക്കുണ്ടാകും. അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു, അത് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി വേറൊരു രൂപത്തിൽ പറഞ്ഞു, ഒന്നും കൂടെ വിശദീകരിച്ചും. ഇതൊരു പ്രത്യേക ശൈലിയാണ്. കുഞ്ഞീദ് മദനിയുടെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്. കുഞ്ഞീദ് മദനിയുടെ ഒരു ശൈലി ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം തൗഹീദിനെ പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ അടിത്തറ. ഇത് 1ാമത്തെ ഭാഗം തന്നെ, അഥവാ പുസ്തകം തുടങ്ങുന്ന 1ാമത്തെ ചർച്ച. അതിൽ അദ്ദേഹം പറയാണ്, ഹംദു സ്വലാത്തൊക്കെ പറഞ്ഞിട്ട്, ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദാണ്. അള്ളാഹു ഏകനാണ്, സത്തയിലും ഗുണങ്ങളിലും ഏകനാണ്, അധികാരങ്ങളിലും അവകാശങ്ങളിലും അവൻ ഏകൻ തന്നെയാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന ആശയമാണ് തൗഹീദ്. എന്താ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞേ? ഇനി കേട്ടോ, വിപുലീകരിച്ചു പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സൃഷ്ടിചരാചരങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബ് ഏകനായ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് സൃഷ്ടികളുടെ സർവ്വ ഇബാദത്തുകൾക്കും പ്രാർത്ഥനകൾക്കും തേട്ടങ്ങൾക്കും അർഹനായ ഇലാഹും ഏകനായ അല്ലാഹു മാത്രമാണ്. കഴിഞ്ഞില്ല. മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ, മുകളിൽ നിന്ന് ലഭിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് താഴെ നിന്ന് ചെയ്യുന്ന സർവ്വ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രമായിരിക്കേണ്ടതാണ്. ഈ ആശയം മനസാ വാചാ കർമ്മണ സ്വീകരിക്കുക എന്നതാണ് തൗഹീദ് കൊണ്ട് വിവക്ഷിക്കുന്നത്. കുഞ്ഞീദ് മദനിയുടെ ഒരു സ്റ്റൈലാണത്. കുഞ്ഞീദ് മദനിയുടെ അദ്ദേഹത്തിന്റെ രചനയുടെ ഒരു ശൈലിയാണത്.
ഒരേ വിഷയം തന്നെ പല രൂപത്തിൽ അനുവാചകർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. ഇതറിയാത്ത മുസ്ലിയാക്കന്മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ പറയൽ നോ അന്തം വിത്തോട്ട് കുന്തം പോലെ, അന്തവും കുന്തവും ഇല്ലാത്ത മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞീദ് മദനി പറഞ്ഞത് എന്താണെന്ന് ഓല് മനസ്സിലാക്കിയത്, ഇതെന്തിനാ അങ്ങനെ പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ പറയണം, വിഷയം എന്താണെന്ന് അറിയില്ല. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഈ മൂന്ന് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിലാകും. ഒന്ന് മനസ്സിലായാൽ തൗഹീദിന്റെ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് അയാൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇതാണ് കുഞ്ഞീദ് മദനിയുടെ സ്റ്റൈൽ. മനസ്സിലായോ? സംവാദത്തിൽ വലിയ രസം എന്താന്ന് വെച്ചാല് കുഞ്ഞീദ് മദനിയുടെ പുസ്തകം, അതായത് സംവാദത്തിന്റെ വിഷയാവതരണം മുതൽ സംവാദത്തിന്റെ അവലോകനം വരെ സമസ്ത മുസ്ലിയാക്കന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാചകം, ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് ബഹുമാന്യനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാഹ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞുപോയ ഒരൊറ്റ സംവാദങ്ങളിലും ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനെ തുടക്കം മുതൽ ഒടുക്കം വരെ പറയപ്പെടുന്നൊരു സംവാദം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മരണാനന്തര ബഹുമതി അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ടാണ് ഈ സംവാദത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കുഞ്ഞീദ് മദനി റഹിമഹുല്ലയുടെ പുസ്തകമാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അങ്ങോട്ട് പറയട്ടെ, അങ്ങനെ പറഞ്ഞോട്ടെ, അങ്ങോട്ട് പറഞ്ഞോട്ടെ, അങ്ങോട്ട് പറഞ്ഞോട്ടെ, ഒലങ്ങോട്ട് പറയട്ടെ. എനിക്കോട്ടോ പ്രിയപ്പെട്ടവരെ, കുഞ്ഞീദ് മദനി റഹിമഹുല്ല പറഞ്ഞ വിഷയത്തിൽ ഇവർ എടുത്തുദ്ധരിക്കുന്ന വിഷയമാവട്ടെ, അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചാൽ, ഗുണം പ്രതീക്ഷിച്ചു പോയാൽ അത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനമിതാ തകരുകയാണ്, അവരുടെ നിർവചനം പൊളിഞ്ഞിരിക്കുകയാണെന്ന് കുഞ്ഞീദ് മദനിയുടെ പുസ്തകം വായിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു. അതിൽ ഒരു ഭാഗം ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓലുദ്ദേശിച്ചൊരു സംഗതി ഉണ്ട്, അതിങ്ങനെ നടപ്പിൽ വരുത്താൻ വേണ്ടി കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിന്റെ ഒരു ഭാഗം വെറുതെ പറഞ്ഞു പോയതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അജണ്ടയുണ്ട് നമുക്ക്. ആ അജണ്ട എന്താണ്? ഇവർ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു വർത്തമാനത്തിൽ കുടുക്കിയിട്ട് സംവാദത്തെ ഓല ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. അതേസമയത്ത് പൊതുജനങ്ങൾക്ക് നമ്മളിലൂടെ കിട്ടേണ്ടുന്ന പലതും നഷ്ടപ്പെടണം എന്നവർ വിചാരിച്ചിരുന്നു. പക്ഷെ മുജാഹിദ് പണ്ഡിതന്മാർ ആ രൂപത്തിൽ നിന്നുകൊടുത്തില്ല. കുഞ്ഞീദ് മദനിയുടെ പുസ്തകം മലയാളത്തിലാണല്ലോ, മലയാളത്തിൽ ആളുകൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, കുഞ്ഞീദ് മദനി റഹിമഹുല്ല എന്താണ് പറയപ്പെടുന്ന വിഷയം? ഇബാദത്ത് വിഷയം ചർച്ച ചെയ്യാൻ. ആ ഇബാദത്ത് പറഞ്ഞു വരുമ്പോൾ കുഞ്ഞീദ് മദനി റഹിമഹുല്ല പറയുകയാണ്, ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന, പ്രാർത്ഥന തന്നെയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്നും വന്നിരിക്കുന്നു. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാണ്, മജ്ജ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു അംശമാണല്ലോ. അതനുസരിച്ച് പ്രാർത്ഥന അന്തർധാരയായി വർത്തിക്കുന്ന കർമ്മങ്ങൾ ആരാധനയാണെന്ന് വന്നു. അങ്ങനെ ആരാധനയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ വിവരണമനുസരിച്ച് പ്രാർത്ഥനയും പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മറ്റു കർമ്മങ്ങളുമാണ് ആരാധന എന്ന് ഗ്രഹിക്കാം. ഇനിയാണ് കേട്ടോ, എന്താണ് പ്രാർത്ഥന, അഭ്യർത്ഥന? പ്രാർത്ഥനയും പ്രാർത്ഥന എന്ന ജീവൻ ഉൾക്കൊള്ളുന്ന മറ്റു കർമ്മങ്ങളുമാണ് ആരാധന എന്ന് പറഞ്ഞല്ലോ. തദടിസ്ഥാനത്തിൽ പറയുമ്പോൾ പടച്ചവനെ രക്ഷിക്കണേ എന്നതൊരു പ്രാർത്ഥനയായതുകൊണ്ട് അത് ആരാധനയാണ്. നമസ്കാരം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു കർമ്മമായതുകൊണ്ട് അതും ഒരു ആരാധനയാണ്. എന്നാൽ എന്താണ് പ്രാർത്ഥന? ഇനി ശ്രദ്ധിക്കണം നിങ്ങൾ. എന്താ പ്രാർത്ഥന? അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന. ചുണ്ടുകൾ കൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ. എന്താണ്? അഭൗതികമായ മാർഗത്തിൽ
ആളുകൾക്ക് മനസ്സിലാകാത്തൊരു ചങ്ങ. എന്താണ് ഈ അഭൗതിക മാർഗം? എന്താണ് ഈ അഭൗതിക മാർഗം എന്നതാണ് വളരെ വ്യക്തമാണ് വിഷയം. ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചില ആളുകൾ എന്താണ് ഈ അഭൗതികം, എന്താണ് ഭൗതികം എന്നൊക്കെ പറയാൻ വളരെ കൃത്യമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് മുഴുവനും. മനുഷ്യൻ എന്ന കേന്ദ്ര ബിന്ദുവിനെ വെച്ചുകൊണ്ടാണ് ബഹുമാന്യനായ കുഞ്ഞീദ് മദനിയുടെ പുസ്തകങ്ങൾ മുഴുവനും ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർ മുഴുവനും ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായത്, ആ അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാര ലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ്. നാവ് കൊണ്ട് ഉച്ചരിച്ചില്ലെങ്കിലും മനസ്സിലാ തേട്ടുണ്ടായ മതി, അതിന് പ്രാർത്ഥന എന്ന് പറയും. നീ കേട്ടോണേ, ഇനി കുഞ്ഞീദ് മദനിയുടെ സ്റ്റൈൽ വരാൻ പോവാണ്. എന്താ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ഇനിയോ ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ മറഞ്ഞ വഴിക്കൊരു ഉപകാരം നേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥനയെന്നും പറയാം. ഇത് മൂന്നും ഒന്നാണ്. ഇത് മൂന്നും ഒന്നാണ്. ഈ മൂന്നെണ്ണവും അഥവാ മൂന്ന് രൂപത്തിൽ പറഞ്ഞ ഒന്നാണത്. പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കാറുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം. ഒരു ഒന്നാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയാം, അൽ വജ്ഹു സാനി ഇങ്ങനെ പറയാം, അൽ വജ്ഹു സാലിസ് ഇങ്ങനെ പറയാം, അൽ വജ്ഹു റാബി ഇങ്ങനെ പറയാം. ഇത് സാധാരണ പണ്ഡിതന്മാരുടെ ശൈലിയാണ്. ആ ശൈലിയെ എടുത്തിട്ട് തങ്ങളുടെ മുന്നിലിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് തക്ബീർ വിളിക്കാൻ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി കൊടുത്തു മുസ്ലിയാക്കന്മാര്. നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങനെ പറയാൻ? എന്റെ ചെലവിലല്ലല്ലോ പണ്ഡിതന്മാരുള്ളത്. അവർ ഗ്രന്ഥരചന നടത്തുന്നത് അവർക്ക് കിട്ടിയ, അവർ പഠിച്ച വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കുഞ്ഞീദ് മദനി പറഞ്ഞത് മൂന്നും ഒരേ രൂപത്തിൽ തന്നെയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞീദ് മദനിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ സാധാരണ മുസ്ലിയാക്കന്മാര് പറയാറുള്ളത്, ഒരു കാര്യത്തെ അഥവാ അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചാൽ, അഭൗതിക മാർഗത്തിലുള്ളൊരു ഗുണം പ്രതീക്ഷിച്ചാൽ തന്നെ തെറ്റായിപ്പോയി. എന്തിനാണ് ആ പ്രവർത്തനം പറയണമെന്നറിയോ? അവർ ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറെ ബറക്കത്തുമായി ബന്ധപ്പെട്ട സംഗതികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ബറക്കത്തുമായി പറഞ്ഞു വെച്ച സാധനം ബറക്കത്ത് എങ്ങനെ ഉണ്ടാകണത് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അത് അഭൗതികമല്ലേ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലേ? അല്ലേ എന്നാണ് പറയാ. അല്ല, ബറക്കത്ത് എന്ന് പറയുന്ന സാധനം തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ബറക്കത്തുണ്ടാക്കുന്നയാൾ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ധാരാളം വിഷയം ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് യുവത പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകം ഇറക്കുന്നത് 2005 ഇതിന്റെ സെക്കൻഡ് എഡിഷൻ പുറത്തിറങ്ങുന്നത് 2005. ഈ പുസ്തകത്തിന്റെ പേര് തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും എന്നാണ്. മുജാഹിദുകൾക്ക് അറിയാത്ത ഒരു സംഗതിയൊന്നുമല്ല ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നും, ആ ബറക്കത്ത് എന്തിനൊക്കെ ഉണ്ടെന്നും, ആ ബറക്കത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളതെന്നും, ബറക്കത്ത് എങ്ങനെ ഏതിലൊക്കെ ഉണ്ടാകില്ല എന്നുമൊക്കെ കൃത്യമായി അറിയുന്നവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ സംവാദത്തിൽ നമ്മൾ പറയുകയും ചെയ്തു, ബറക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. നമ്മൾ സാധാരണ ഉദ്ദേശിച്ചിരുന്നത് അതിന് ചില വീഡിയോകൾ കാണിച്ചുകൊണ്ട് സംസാരിക്കണമെന്നായിരുന്നു. സാങ്കേതികമായ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് അത് ഒഴിവാക്കേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്.
ആ വിഷയം പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ മാത്രമേ അല്പം വെള്ളമുള്ളൂ, സ്വഹാബികളെ കയ്യിലൊന്നും വെള്ളമില്ല. നബി തങ്ങൾ ആ വെള്ളമെടുത്തപ്പോൾ സ്വഹാബികളെല്ലാം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരൂ. എന്നിട്ട് നബി തങ്ങൾ അവിടുത്തെ കൈ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണ്. ആ സമയത്തതാ ഫലഖദ് റഅയ്തുൽ മാഅ യതഫജ്ജറു മിൻ ബൈനി അസ്വാബിഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടിയൊഴുകുകയാണ്. അങ്ങനെ ജനങ്ങളൊക്കെ കുടിക്കുന്നു, അവരെല്ലാം ഒതുവെടുക്കുന്നു. ഈ വെള്ളം ഇങ്ങനെ പുറത്തു വരുമ്പോൾ നബിതങ്ങൾ വിളിച്ചു പറയുകയാണ്, അഹിയാഹിൽ വുളൂ അൽ ബറകത്തു മിനല്ലാഹ്. ഇതാ നിങ്ങൾ ഒതുവെടുക്കേണ്ട ആളുകളൊക്കെ വന്നോളൂ, അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ് അനുഗ്രഹമുള്ളത്. അൽ ബറകത്തു മിനല്ലാഹ്, ബറക്കത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്നങ്ങനെ സാധാരണ വെള്ളം ഒഴുകാറില്ലല്ലോ. പക്ഷെ ഇപ്പോഴല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളമൊഴുക്കുന്നു. അത് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ബറക്കത്ത് ഉപയോഗിച്ചോളൂ. അതുകൊണ്ടാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കുറെ കൂടുതൽ അധികം കുടിച്ചുപോയി. കാരണം ബറക്കത്തായി വന്ന വെള്ളമാണല്ലോ, അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ള വെള്ളമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് കുടിക്കുകയാണ്, കൂടുതലായി വയറ്റിലേക്ക് കുടിച്ചു. നിങ്ങൾ നോക്കണേ, ഈ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അവൻ നന്മ ഉണ്ടാക്കിയിരിക്കുന്നു, അനുഗ്രഹമുണ്ടാക്കിയിരിക്കുന്നു. ഏതിൽ? നബിതങ്ങളുടെ കയ്യിലൂടെ. നബിതങ്ങളുടെ കയ്യിലൂടെ. ആ കയ്യിലൂടെ വന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവരാവണം മുജാഹിദുകൾ. അപ്പോഴാണ് ഈ നിർവചനം തെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ നിർവചനം എന്താ? അത് അള്ളാഹുവിന്റെ അനുഗ്രഹം. അത് ഒരു വസ്തുവിൽ നിന്ന് അള്ളാഹു അനുഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം സ്വീകരിക്കുക എന്നത് ഈ പ്രാർത്ഥനയുടെ നിർവചനത്തിനെതിരാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. കാരണം ഇവിടെ സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഇതിങ്ങനെ എഴുതാൻ ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ. എന്താ കാരണം? ആ കാരണം കേരളത്തിൽ ആദ്യകാല മുസ്ലിയാക്കന്മാർ നമ്മൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടുകയാണ്, വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അപ്പോ എഴുതി വെച്ചു, ഞങ്ങൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വേറെ ആരോടും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂല. ഞങ്ങളെ പ്രാർത്ഥന അല്ലാഹുവിനോടാണ്. പിന്നെ മഹാന്മാർക്ക് കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അങ്ങനൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് ഈ സംഗതി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു ശൈലിയിൽ പണ്ഡിതന്മാർ എഴുതിയത്. അതിന് മഹാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ല, നിങ്ങൾ ആ പുസ്തകം വായിച്ചൊക്കെ കാണാം. അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമുണ്ട്. പല സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരാൾ നജീബ് തന്റെ രോഗശമനത്തിനായി ഒരു ജാറത്ത് സമീപിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുന്നറിയോ? ഇവിടെ മറവ് ചെയ്യപ്പെട്ട മനുഷ്യനെ അവൻ കാണുന്നില്ല. അയാൾ സ്റ്റെതസ്കോപ്പുമായി വന്ന ഡോക്ടർ ചെയ്ത ക്രിയകളൊന്നും ചെയ്യുന്നില്ല. അവന്റെ അപേക്ഷ അയാൾക്ക് എത്തുന്ന മാർഗവും അവനെ സഹായിക്കുന്ന മാർഗവും അജ്ഞാതമാണ്. അയാൾ ഉദ്ദേശിക്കുന്ന പക്ഷം അയാൾക്ക് തന്റെ രോഗത്തിന് ശമനം വരുത്താൻ കഴിയുമെന്നവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനുള്ള ഒരപേക്ഷയാണ്.
അപേക്ഷയാണിത്. അതുകൊണ്ട് തന്നെ അത് ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആരാധനയാണ്. ആരാധന അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അവകാശത്തിൽ ജാറത്തിൽ മറവ് ചെയ്യപ്പെട്ട മനുഷ്യനെ പങ്കുചേർക്കുകയാണ് തന്റെ ഈ പ്രവർത്തനത്തിലൂടെ നജീബ് ചെയ്യുന്നത്. അതുവഴി അവൻ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. കുഞ്ഞീദ് മദനിയുടെ പ്രത്യേകത ഈ വിഷയങ്ങളിലെല്ലാം ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ശരിയും തെറ്റും ഇങ്ങനെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞീദ് മദനി റഹിമഹുല്ലാഹ്. അദ്ദേഹം സംസാരിക്കുന്ന വിഷയം പോലും മാത്രമല്ല, ഇതേ പുസ്തകത്തിൽ അദ്ദേഹം കറാമത്തുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. അതിലും പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ആളുകളുടെ മുഅ്മിനുകളുടെ അവരുടെ അപേക്ഷ അനുസരിച്ചുകൊണ്ട് അവരിലൂടെ വല്ല കറാമത്തും ഉണ്ടായാൽ, അസാധാരണ സംഭവം ഉണ്ടായാൽ അതുകൊണ്ട് തേടാൻ അവകാശമില്ല. കുഞ്ഞീദ് മദനി അത് അംഗീകരിക്കുന്ന ആളല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ആദ്യം പറഞ്ഞ നിർവചനത്തിനെതിരാണെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ വരൂലേ? ഇനിയുമുണ്ട് ധാരാളം, ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവൻ എന്ന പുസ്തകം, ഇതേ പുസ്തകത്തിലും ഇതേ രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇതേ രൂപം തന്നെയാണ് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതേ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം. അഭൗതിക മാർഗത്തിൽ ഒരു ഗുണലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള അർത്ഥന മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ. അപ്പൊ പ്രതീക്ഷ മാത്രമല്ല, അവിടെ ഒരു അർത്ഥനയുണ്ട്. അപ്പോ പ്രാർത്ഥനയാകണമോ? അദ്ദേഹം പറഞ്ഞു തന്ന വിഷയമാണത്. ഈ വാചകത്തിന്റെ ഒരു കഷ്ണം എടുത്തു പിടിച്ച് മുജാഹിദുകൾ പറയുന്ന ആദർശം തെറ്റാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം സംവാദത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ വലിച്ച ചരടനുസരിച്ച് പോവുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നതെങ്കിൽ ആ സംവാദത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ധാരാളം വിഷയങ്ങൾ പറയാൻ പറ്റാതെ വരുമായിരുന്നു. കാരണം ഒരു പുസ്തകത്തിൽ മാത്രം ചർച്ച ഒതുങ്ങി നിൽക്കും. നമ്മൾ ഇപ്പുറത്ത് വായിക്കും, ഒരെണ്ണം പറഞ്ഞാൽ അത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ ചർച്ച ആ രൂപത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുക. പക്ഷെ അതിന് നമ്മൾ നിന്നുകൊടുത്തിട്ടില്ല. പിന്നെ ദുആയുടെ നിർവചനം എന്താണ് ഖുർആനിൽ? ഇല്ല, ഖുർആൻ നിർവചനം പറയുന്ന ഗ്രന്ഥമല്ല. എന്താ നിസ്കാരം? നീയത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും സമാഹാരമാണ് നിസ്കാരമെന്ന് തൈരീഫ് പറഞ്ഞിട്ടുണ്ട് ഫുഖഹാക്കൾ മുഴുവനും. എന്താണ് നോമ്പ്? ഫജ്ർ സാദിഖ് മുതൽ അതുപോലെ തന്നെ സൂര്യാസ്തമയം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ആത്മസംയമനം പാലിച്ച് നിലനിൽക്കലാണ് പറഞ്ഞിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനമാണ്. ഈ നിർവചനങ്ങളൊന്നും ഖുർആനിൽ നേർക്കുനേരെ കാണില്ല, ഹദീസുകളിൽ നേർക്കുനേരെ കാണില്ല. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കിയതിനനുസരിച്ചാണ് തൈരീഫ് പറയുക. എന്നിട്ട് പറഞ്ഞ സംവാദത്തിൽ തൈരീഫ് പറഞ്ഞില്ല, അതവിടെ ആയത്തോതിയില്ല എന്നാണ്. എങ്കിലും ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കൃത്യമായി ബോധ്യപ്പെടുത്തി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് മാത്രമല്ല, അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി എന്നതാണ് ദുആയുടെ നിർവചനമെന്ന് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി. അതാ ഞാൻ നേരത്തെ വായിച്ചതുപോലെ തന്നെ ഇതൊക്കെ വിശദീകരിച്ചത് കുഞ്ഞീദ് മദനി ഈ മുഫസ്സിറുകൾ പറഞ്ഞതിനടുത്താണ്. അദ്ദേഹം പറയാണ് പണ്ഡിതന്മാരുടെ നിർവചനം. പൂർവികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരാധനയ്ക്കു നൽകിയ നിർവചനങ്ങൾ കാണുക. വൽ ഇബാദത്തു അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി, അങ്ങേയറ്റത്തെ താഴ്മയും വിധേയത്വവും പ്രകടിപ്പിക്കലാണ് ആരാധന. പിന്നെയോ ഇന്നൽ ഇബാദത്തു ഇബാറത്തുൻ അൻ നിഹായത്തി തഅലീം, അതേ പരമമായ ബഹുമാന പ്രകടനത്തിനാണ് ആരാധന എന്ന് പറയുക. എന്നിട്ട് അതിന് കൃത്യമായൊരു വിശദീകരണം പിന്നെ കുഞ്ഞീദ് മദനി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങളെ കൃത്യമായി വിലയിരുത്തണം, പഠിക്കണമെന്നാണ്. കാരണം അപ്പോഴാണ് ഒന്നും കൂടി ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുക. ശരിക്കു പറഞ്ഞാൽ ഒരു സംവാദത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ സംസാരിക്കാമെന്നും എങ്ങനെ കൊണ്ടുപോകാമെന്നും ആലപ്പുഴ സംവാദത്തിൽ സമസ്തയിലെ ആളുകൾ തെളിയിച്ചു എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. ആ രൂപത്തിലാണ് അവർ പോയത്.
യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. ചോദ്യോത്തരത്തിന്റെ തുടക്കം മുതൽ, അല്ല വിഷയാവതരണം മുതൽ ഞാൻ പറഞ്ഞല്ലോ 20 ആയത്തുകൾ ഉദ്ധരിച്ചു, 3 ഹദീസുകൾ ഉദ്ധരിച്ചു. 20 ആയത്തുകളും 3 ഹദീസുകളും ഉദ്ധരിച്ചപ്പോ ആ ആയത്തുകളെയോ ഹദീസുകളെയോ ഒരു വാക്കുകൊണ്ട് പോലും ഒന്ന് തടയിടാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു വർത്തമാനം പറയാനോ കഴിഞ്ഞില്ല. നിങ്ങളെ കുഞ്ഞീത് മതിന് പറഞ്ഞ പ്രകാരം ഒന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞിട്ടില്ലട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ വിഷയാവതരണത്തിൽ ശക്തമായി പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സദസ്സ് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇവരുടെ വിഷയാവതരണം മുതൽ ഈ സംവാദത്തിന്റെ അവസാനം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. ഇവർ അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുടെ ഉദാഹരണം, നബിതങ്ങൾ പഠിപ്പിച്ച 100 കണക്കിന് പ്രാർത്ഥനകളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം ഇവർ കാണിക്കുമെങ്കിൽ ഇവർ പറഞ്ഞ വാദമാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, അവർക്ക് കഴിയുമോ നോക്കാം. സംവാദത്തിന്റെ അവലോകനം വരെ, സംവാദം അവസാനിക്കുന്നത് വരെ സമസ്തയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ചില ആളുകൾ പറയാറുള്ള എന്താന്ന് വെച്ചാൽ രസം എന്താന്ന്, മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് വന്നത് KNM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, പിന്നെ ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ വന്ന് ഞങ്ങളെ കൂട്ടത്തിൽ വന്ന SKSF-ന്റെ കുട്ടികളാണല്ലോ. SKSF-ന്റെ കുട്ടികളാണ് MD അബൂബക്കർ ദാരിമി, മനസ്സിലെ മുസ്തഫ അഷ്റഫ് കക്കുപ്പടി, അങ്ങനെയുള്ള ആളുകളൊക്കെ SKSF-ന്റെ ആളുകൾ. അത് വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് നടന്ന വിശദീകരണ സമ്മേളനത്തിൽ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് വൈസി പറഞ്ഞത്, നമ്മളുടെ ഘടകങ്ങളിൽ ഏറ്റവും താഴെയുള്ളതാണ് ചെന്നത്, ഓലതിൽ ഏറ്റവും മേലെയുള്ളതാണ് വന്നത്. മനസ്സിലായോ? ഏറ്റവും മേലെയുള്ളതാണ് വന്നത് എന്നാണ്. നിങ്ങൾ നോക്കിയോളൂ, SYS-ന്റെ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ നരച്ച് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നതായിരിക്കും SYS-ന്റെ സെക്രട്ടറി. SYS എന്ന സുന്നി യുവജന സംഘമാണ്. സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആരാ? നരച്ച് കയ്യും കാലുമൊക്കെ ദുർബലമായി ഇന്നോ നാളെയോ മരിക്കാനായി കിടക്കുന്നയാളായിരിക്കും SYS-ന്റെ സെക്രട്ടറിയും പ്രസിഡന്റും. മനസ്സിലായോ? ഈ രൂപത്തിലാണ് ഓല് ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ നോക്ക്, ഓരോരുത്തരെ പരിശോധിച്ച് നോക്കാം. ആരാ ജമിയത്തുൽ ഉലമ, ആരാണ് സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ്, ആരാ സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറി, പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചെന്നാളുകൾ, പിന്നെ കേരള നദവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ. അതെ, ശരി തന്നെയാണ്. ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആണൊരാൾ. അതെ, ശരി തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ എന്താ അപ്പുറത്തുനിന്ന് വരാൻ കഴിയാത്തത്? ഈ വന്ന കുട്ടികൾ കാണിച്ച ഈ വർത്തമാനത്തിനപ്പുറത്തേക്ക് പറയാൻ കെൽപ്പുള്ള, ആണത്വമുള്ള, തന്റെ ഇടമുള്ള ഒരൊറ്റ തലനരച്ച ഒരുത്തനും അക്കൂട്ടത്തിലില്ലാത്തോണ്ടാണ്. ഒരൊറ്റ ആളും അക്കൂട്ടത്തിലില്ല. എഴുന്നേറ്റ് നിന്ന് 2 വർത്തമാനം മുജാഹിദുകളുടെ ആദർശത്തിനെതിരായി പറയാൻ പറ്റുന്ന തന്റെ ഇടമുള്ള തലനരച്ച ഒരൊറ്റ പണ്ഡിതനും അക്കൂട്ടത്തിലില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും എതിരാളിയായി വരുന്നവൻ മുല കുടിക്കുന്നവനാണോ അല്ല കഞ്ഞു കുടിക്കുന്നവനാണോ നോക്കേണ്ട കാര്യമില്ല. അവൻ വരുന്നത് ആദർശത്തിനെ എതിർക്കാനാണോ, അതിന് നേരിടാൻ ഏറ്റവും പ്രായമുള്ള ആളുകൾ വരെ ആ വിഷയത്തിൽ രംഗത്തിറങ്ങും. കാരണം നമുക്ക് വലിപ്പ ചെറുപ്പില്ലാത്തോണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഏറ്റവും ചെറിയ ആളുകൾ വന്നാലും ഉത്തരം പറയാൻ പോകുന്നത് ഏറ്റവും വലിയ ആൾ തന്നെയായിരിക്കും. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റഈസുൽ മുഫസ്സിരീൻ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ്. ഖവാരിജുകൾക്കെതിരെ സംവാദം പ്രഖ്യാപിച്ചപ്പോ സംവാദത്തിന് പോയത് അദ്ദേഹത്തെക്കാൾ ഏറ്റവും താഴെയുള്ള, വിവരത്തിലും സ്ഥാനത്തിലുമൊക്കെ താഴെയുള്ള ആളുകൾക്കെതിരെ സംവാദം നടത്താൻ പോയത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. മനസ്സിലായേ? ഈ ജാതി, സമസ്തന്റെ ഈ ജാതി, പിന്നെ അല്പന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ അവര് പറയും, കണ്ടോ ഇവരുടെ കൂട്ടത്തിൽ നേതാക്കന്മാർ വലിയ വലിയ ആളുകളാണ് വന്നത്, ഞങ്ങൾ വളരെ ചെറിയ ആളുകളാണ് ഇപ്പുറത്തുള്ളത്. അതിലൊന്നും വലിയ കാര്യമില്ല മാരെ.
അതിലും വലിയ കാര്യമൊന്നുമില്ല. ഗൗരവം എന്താണ്? ആദർശത്തെ പ്രമാണങ്ങൾ കൊണ്ട് നേരിടുക എന്നിടത്താണ് വിഷയം. അവിടെ ഒരു പ്രമാണത്തിന്റെ കഷണം പോലും ഉദ്ധരിക്കാൻ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടൽ അനുവദനീയമാണെന്ന് സമർത്ഥിക്കാൻ ഒരായത്തിന്റെ കഷണം പോലും ഓതാൻ കഴിഞ്ഞില്ല.